പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? എല്ലാവരുടെയും ആഗ്രഹം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കാര്യം പറയുമ്പോൾ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് രാജ്യവും സ്വന്തം കാലിൽ നിൽക്കണം. അതായത് നമ്മൾക്ക് ആവശ്യമായ സാധനങ്ങൾ നാം തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നാണ്. അത് എന്ത് സാധനങ്ങളായാലും, അത് നമ്മുടെ ഭക്ഷണ സാധനങ്ങളായാലും നാം സ്വയം കൃഷി ചെയ്ത്, അതേപോലെ മറ്റുള്ള ഉപകരണങ്ങളാണെങ്കിലും, നമുക്ക് ഡിഫൻസിനുള്ള ഉപകരണങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, അത് നാം തദ്ദേശീയമായി അതൊക്കെ വികസിപ്പിച്ച് അതൊക്കെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും കഴിയുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഇപ്പോഴുള്ള ഡെവലപ്മെന്റിന്റെ ഒരു 10 മടങ്ങ് വേഗത്തിൽ ആ ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവർ, കഴിയുമെങ്കിൽ എന്നെ കേൾക്കുവാനൊരു ക്ഷമ കാണിക്കണം. നിങ്ങളെ ത്രസിപ്പിക്കുന്നതയോ വളരെയേറെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ആയിട്ട് അല്ല ഞാനിത് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ തീർച്ചയായും നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ട്രൈക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയ ഒരു വീഡിയോ ആയിട്ട് ഇത് തോന്നാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ എന്റെ വീഡിയോ ക്ഷമയോടെ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ ഒരു നന്ദി അറിയിച്ചോളൂ. അതായത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഒരു വാർത്ത കണ്ടു. ഒരു 90,000 കോടി രൂപയുടെ തേജസ് വിമാനങ്ങൾ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി നമ്മുടെ സർക്കാർ വാങ്ങാൻ പോകുന്നു, കരാർ ഒപ്പിട്ടു അല്ലെങ്കിൽ ഓർഡർ കൊടുത്തു എന്നൊക്കെ കാണുന്നുണ്ടായി. നാം പലവിധ യുദ്ധവിമാനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാറുണ്ട്, റഷ്യയിൽ നിന്നും. അതായത് ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ ഫ്രാൻസിൽ നിന്നുമൊക്കെ റാഫേൽ വിമാനങ്ങൾ, അതേപോലെ പല S-400 എന്ന് പറയുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച് അമേരിക്കയിൽ നിന്ന് ആംഡ് വെഹിക്കിൾസ് ഒക്കെ വാങ്ങാൻ പോകുന്ന കരാറുകൾ ഏർപ്പെടാൻ പോകുന്നു, അത് പിന്നെ റദ്ദാക്കി എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഇത്തരം ജെറ്റ് എഞ്ചിൻ വിമാനങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ, ഫൈറ്റർ ജെറ്റ് അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഞാനും വിചാരിച്ചു, തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം ഇന്ത്യ ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിക്കുന്നതിൽ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ്. അതിന്റെ എഞ്ചിനും കാര്യങ്ങളും മറ്റേ കാര്യങ്ങളും ഒക്കെ വികസിപ്പിച്ചതാണെന്നാണ് എനിക്ക് വാർത്തകളിലൂടെ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ എന്താ വിചാരിക്കുന്നത്, വാങ്ങാൻ പോകുന്നു. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല. എനിക്കത് കേട്ടപ്പോൾ വളരെയേറെ സന്തോഷമായി. നമ്മുടെ കാലപ്പഴക്കം ചെന്ന MiG-21 വിമാനങ്ങൾ സേനയിൽ നിന്ന് വിരമിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ തേജസ് യുദ്ധവിമാനങ്ങളാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തികച്ചും മാധ്യമങ്ങളുടെ റിപ്പോർട്ടിന് ബേസ് ചെയ്തുള്ള വാർത്തയാണ് കേട്ടോ. അല്ലാതെ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഡിഫൻസോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഇറക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാ തന്നെയാണ്. അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡുമായിട്ടൊരു കരാറിലെത്തിയിരിക്കുന്നു. 90,000 കോടി. അതായത് ഇന്ത്യക്ക് ഏകദേശം 60 ഈ തേജസ് മാർക്ക് 1 യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനുള്ള അല്ലെങ്കിൽ നിർമ്മിക്കുവാനുള്ള ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് 65% കാര്യങ്ങളും ഈ ഒരു വിമാനത്തിലെ കാര്യങ്ങളൊക്കെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സംഭവമാണെന്ന് മാത്രമല്ല, ഇത് നമ്മളുടെ പലർക്കും, പല ചെറുകിട വ്യവസായികൾക്കും വ്യവസായ സംരംഭങ്ങൾക്കും ഈ ഒരു ഓർഡറുമായി ബന്ധപ്പെട്ട് പല തൊഴിലവസരങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് ഈ വാർത്ത വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തൊഴിലവസരം ഈ വിമാനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും തൊഴിലവസരം കിട്ടുമെന്ന് അപ്പൊ നിങ്ങൾ എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇതിന്റെ പല പാർട്സ് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടും മറ്റുള്ളതുമായി ബന്ധപ്പെട്ടൊക്കെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ് ആ വാർത്ത വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ? പിന്നെ നാം എത്ര നാൾ നാം മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കും? ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ പാകിസ്ഥാനെതിരെയുള്ള പല ടെൻഷൻസും കോൺഫ്ലിക്ട്സും യുദ്ധം തന്നെ ഉണ്ടായപ്പോഴും പല GPS അടക്കമുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി പണ്ട് കാർഗിൽ യുദ്ധകാലത്തൊക്കെ നാം അമേരിക്കയെ ആശ്രയിച്ചപ്പോൾ അവരത് റെഫ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് നമ്മൾ ഇസ്രായേലിലാണ് ആ GPS പൊസിഷൻ കണ്ടെത്താൻ, അതായത് പാകിസ്ഥാൻ സൈനികരുടെയും മറ്റും പൊസിഷൻ കണ്ടെത്താൻ നമ്മൾ സഹായിച്ചത് ഇസ്രായേലിന്റെ ഇതാണെന്ന് ഞാൻ പല സ്ഥലത്തും വായിച്ചതായി ഓർമ്മിക്കുന്നു. പിന്നീട് അത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചു. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നാം മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളാണ് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സ്വന്തമായി നാം ഈ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോട് പറയാം. അത് മാത്രമല്ല, ഇതൊരു വൻതോതിലൊക്കെ ആവുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് വിൽക്കുക വഴി വേണമെങ്കിൽ നമുക്കൊരു സാമ്പത്തിക മേൽക്കോയ്മയും സാമ്പത്തിക ലാഭവും നേടാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിന്റെ എക്സ്പെർട്ട് തലത്തിലുള്ള ആളുകൾ പറയുന്നത്. അത് മാത്രമല്ല, സ്വന്തമായി നാം ഒരു സാധനം ഉണ്ടാക്കിയാൽ അത് നമ്മുടേതാണ് എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങളെ ഉയർത്തി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഈ ഒരു സംഭവം ഉയർത്തി കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അഭിമാനം, അവയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് അതിനകത്തൊരു പുളകിതമാകുവാനാണ് തോന്നുന്നത്. ഇതേപോലെ തന്നെ ഏകദേശം മാർക്ക് 1 എഞ്ചിൻ ഈ ആദ്യം വ്യോമസേന ഒരു 40 തേജസ് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായിരുന്നു
എന്നാണ് പറയുന്നത്. വ്യോമസേന പറയുന്നതിൽ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ 60 വിമാനങ്ങളാണ്. അത് മാർക്ക് 1 തേജസ് മാർക്ക് 1 ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളാണ്. ഇത് റഡാറിന്റെയും മറ്റുള്ള അത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. അതായത് 4.5 തലമുറ യുദ്ധവിമാനമാണ് ഇതെന്നാണ് നാം അവകാശപ്പെടുന്നത്, ഇതിന്റെ ടെക്നിക്സ്. ഇനിയിപ്പോൾ മാർക്ക് 2 ഇനത്തിലുള്ള ഒരു 200 യുദ്ധവിമാനങ്ങൾ കൂടി ഒരു പക്ഷേ ഇത് ഓർഡർ കൊടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നമ്മുടെ സേനയ്ക്ക് കൈമാറുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഒരു വാർത്തകൾ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നല്ല കാര്യം. ഇത്തരത്തിൽ 200 വിമാനമൊക്കെ നിർമ്മിച്ച് നമ്മുടെ വ്യോമസേനയ്ക്ക് കൈമാറാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയായിട്ട് കാണുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് തോന്നുന്നത്. അല്ലേ? നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്കും ചിന്തിക്കുന്നില്ല. ഇതുകൂടി ഒന്തോരം എത്രയോ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കും. അത് മാത്രമല്ല, നമ്മളുടെ ഡിഫൻസ് മേഖലയിൽ നാം ഒരു സ്വയം പ്രതിരോധ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് സ്വന്തം തദ്ദേശീയമായി വിരമിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴേക്ക് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളെയും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെയും നാം ആശ്രയിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ പണം അവരിലേക്ക് എത്താത്ത നാം സ്വന്തമായിട്ട് ഇതിവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ എത്രയോ നമ്മുടെ അത് എക്കണോമിക് അടക്കം എത്രയോ ഗുണമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു വാർത്ത കാണുമ്പോൾ എനിക്ക് ഇത്തരത്തിൽ ചിന്തിക്കുവാനാണ് തോന്നുന്നത്. അപ്പോ ഈ ഒരു വാർത്ത നിങ്ങൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നത് എന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതായാലും എന്റെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളല്ല രേഖപ്പെടുത്തേണ്ടത്. തീർച്ചയായും ആരോഗ്യകരമായ നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പരിഗണിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം പരിഗണിച്ചാൽ മതി എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എന്നൊരു പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.